ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഷോഡശ മഹാമന്ത്രം. എല്ലാവർക്കും നമസ്കാരം. ഈ കലിയുഗത്തിൽ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ കലിയുഗമാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. യുഗം 4 വെച്ച് ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് ആചാര്യന്മാരും സനാതന ധർമ്മത്തിലെ അമൂല്യ ഗ്രന്ഥങ്ങളും അസന്നിഗ്ധമായി ഉദ്ഘോഷിച്ചിട്ടുണ്ട്. കലിയുഗത്തിൽ ജന്മമെടുക്കാനായി മനുഷ്യന്മാരും ദേവന്മാരും എന്തിനേറെ മഹർഷിമാർ പോലും പ്രാർത്ഥിക്കുന്നു. എന്താണ് അതിന് കാരണം? കലിയുഗത്തിലാണ് ഏറ്റവും അധികം അധർമ്മങ്ങൾ നടക്കുന്നത്. ഏറ്റവും അധികം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നതും കലിയുഗത്തിലാണ്. എല്ലാവരും കലിയുഗത്തിൽ ജനിക്കാൻ പ്രാർത്ഥിക്കാൻ കാരണം കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം സകല ഐശ്വര്യങ്ങളും മോക്ഷവും ലഭിക്കുന്നു. യുഗങ്ങളിൽ ഏറ്റവും അധികം ധർമ്മം വിളയാടുന്നത് ഹൃദയോഗത്തിലാണ്. പക്ഷേ ഈ യുഗത്തിൽ ജനിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അവർ വർഷങ്ങളോളം ഏകാഗ്രമായി ഭഗവാനെ ഉപാസിക്കണം. പിന്നീട് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ധർമ്മം കുറഞ്ഞു വരും. കലിയുഗത്തിൽ വളരെ കുറച്ച് മാത്രമേ ധർമ്മം നിലനിൽക്കുന്നുള്ളൂ. കലിയുഗമൊഴിച്ച് മറ്റു യുഗങ്ങളിലെല്ലാം കഠിനമായ തപസ്സിൽ കൂടി മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി കലിയുഗത്തിലെ ദുരിതങ്ങൾ ജനങ്ങൾ എങ്ങനെ മറികടക്കുമെന്ന് ഉപദേശിക്കണമെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. നാരായണനാമം ജപിക്കലാണ് കലിയുഗം തരണം ചെയ്യുവാനുള്ള ഏക മാർഗമെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു. ഏതുതരം നാമങ്ങളാണെന്ന നാരദരുടെ ചോദ്യത്തിന് ഷോഡശ മന്ത്രം ചൊല്ലാൻ ഉപദേശിച്ചു. ഈ നാമങ്ങൾ ഭക്തിയോടെയും കൃത്യമായും ജപിക്കുന്ന ബ്രഹ്മഭക്തർ ബ്രഹ്മലോകത്തിലും ശിവഭക്തർ ശിവലോകത്തിലും വിഷ്ണുഭക്തർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരും. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു. അപ്പോൾ എല്ലാ ഗ്രഹദോഷങ്ങളും മാറി സർവൈശ്വര്യങ്ങളും ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി നാമം എങ്ങനെ ജപിക്കണമെന്ന് വ്യക്തമാക്കാം. കഴിയുമെങ്കിൽ രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ സ്നാനാദി നിത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി നിലവിളക്ക് കൊളുത്തി അരമണിക്കൂറെങ്കിലും നാമം ജപിക്കണം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ കേവലം അരമണിക്കൂറെങ്കിലും നാമജപത്തിനായി നമ്മൾ മാറ്റിവെക്കണം. ദർശനം കിഴക്കോട്ടോ വടക്കോട്ടോ ആയി ഇരുന്ന് വേണം നാമം ജപിക്കാൻ. ആരോഗ്യമുള്ളവർ നിലത്ത് വൃത്തിയുള്ള വസ്ത്രം വിരിച്ച് അതിന്മേലിരുന്ന് വേണം നാമം ജപിക്കാൻ. നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കസേരയിൽ ഇരുന്നും നാമം ജപിക്കാം. നാമം ജപിക്കുമ്പോൾ തികഞ്ഞ ഉണർവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. ഉറക്കം വരികയാണെങ്കിൽ മുഖം കഴുകി വീണ്ടും ജപിക്കണം. കണ്ണുകൾ അടച്ച് ജപിക്കുന്നതാണ് ഉത്തമം. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കണം. ഭഗവാന്റെ കേശാദിപാദവും പാദാദികേശവും മനസ്സിൽ വിചാരിക്കണം.
കാലത്ത് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി ജപിച്ചാലും മതി. ഏതായാലും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. ഭഗവാനിൽ അടിയുറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കണം. ജപത്തിൻ്റെ ചിട്ടകളെക്കാളെല്ലാം ഉപരിയായി ഉറച്ച ഭക്തിയോടെ ഭഗവാന്റെ പാദകമലങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതായി സങ്കല്പിക്കണം. എപ്പോഴും ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കണം. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യ പ്രയാതി സ മദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. ഇതിൻ്റെ അർത്ഥം, യാതൊരുവൻ മരണസമയത്തും എന്നെ സ്മരിച്ച് ശരീരം ഉപേക്ഷിക്കുന്നുവോ അവൻ എന്നിൽ തന്നെ വന്നു ചേരും. ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ ചിലർ തെറ്റിദ്ധരിച്ച് മരണസമയത്ത് മാത്രം ഭഗവാനെ വിളിച്ചാൽ ഭഗവാനിൽ ലയിച്ചു ചേരാം എന്ന് ധരിക്കുന്നു. പക്ഷേ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, എപ്പോഴും വിളിച്ചാൽ മാത്രമേ മരണസമയത്തും വിളിക്കാൻ സാധിക്കുകയുള്ളെന്ന്. അതുകൊണ്ട് നാമജപം തുടർന്നുകൊണ്ടേയിരിക്കണം. നാമജപം ഉള്ള ഒരു വീട്ടിൽ എപ്പോഴും ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. മരണസമയത്തെ ചിന്തകൾ ജീവൻ്റെ അനന്തഗതിയെ നിശ്ചയിക്കുന്നു. അജാമിളൻ എന്ന ബ്രാഹ്മണൻ്റെ കഥയും എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ജീവിതകാലം മുഴുവൻ എല്ലാ ദുഷ്പ്രവൃത്തികളും ചെയ്ത് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. ഇളയപുത്രനോട് അദ്ദേഹത്തിന് മറ്റു പുത്രന്മാരെക്കാൾ വാത്സല്യമായിരുന്നു. രോഗം പിടിപെട്ട് മരിക്കാറായപ്പോൾ അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ നാരായണനെ ഉച്ചത്തിൽ വിളിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അപ്പോഴേക്കും യമകിങ്കരന്മാർ അദ്ദേഹത്തെ യമലോകത്തേക്ക് കൊണ്ടുപോകുവാൻ എത്തിയിരുന്നു. പക്ഷേ മരിക്കാറായ സമയം അദ്ദേഹം ഉച്ചത്തിൽ തൻ്റെ മകനായ നാരായണനെയാണ് വിളിച്ചതെങ്കിലും അദ്ദേഹത്തെ വിഷ്ണുലോകത്തേക്ക് കൊണ്ടുപോകുവാൻ വിഷ്ണു പാർഷദന്മാരും എത്തിയിരുന്നു. വിഷ്ണു പാർഷദന്മാരെ കണ്ട യമകിങ്കരന്മാർ അവരുടെ ദൈത്യം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരായി. ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ ഏറ്റവും വലിയ കരുണാവാരിധിയാണ് എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് അവസാന കാലത്ത് ഭഗവാനെ വിളിക്കാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. എന്നും എപ്പോഴും ഭഗവാനെ വിളിച്ചാൽ മാത്രമേ അവസാന കാലത്തും ഭഗവാനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ അത്രയും കാരുണ്യനിധിയാണ് എന്ന് കാണിക്കാനാണ് ഭാഗവതത്തിൽ ഈ കഥ കൊടുത്തത്. ഇനി ജപിക്കേണ്ട മന്ത്രം: ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നന്ദി, നമസ്കാരം.